അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോരാളോട് സംസാരിക്കവേ അതിലൂടെ ഒരു സഹാബി സലാം പറയാതെ കടന്നുപോയി. അകലെത്തിയപ്പോൾ ആ സഹാബി അവിടെ നിന്നു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. അള്ളാഹുവിന്റെ ദൂതരോട് ചോദിച്ചു, ഓ സുത്യർഹരെ, ആ കടന്നുപോയ വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു, അതെന്റെ സ്വഹാബിയിൽപ്പെട്ട ഒരാളാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ഒന്ന് സലാം പറഞ്ഞു പോകാൻ എന്താണ് ഇത്രയും വലിയ തടസ്സം? അവൻ എന്നോട് സലാം പറയുന്നെങ്കിൽ ഞാനത് സന്തോഷപൂർവ്വം അത് മടക്കുമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പോയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആ സ്വഹാബി വന്നു. ആവശ്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഓ സഹാബി, ഞങ്ങളുടെ അരികിലൂടെ പോയപ്പോൾ എന്തായിരുന്നു സലാം പറയായിരുന്നത്? സഹാബി പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, തങ്ങൾ ഒരാളോട് ഗൗരവമായി സംസാരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അതിനിടയിൽ വന്ന് ഞാൻ സലാം പറഞ്ഞാൽ തങ്ങളുടെ സംസാരം ഭംഗപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഓ സഹാബി, അതാരായിരുന്നു നിനക്കറിയാമോ? ഇല്ല തിരുദൂതരെ, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നിന്നോട് സലാം പറഞ്ഞിട്ടുണ്ട്. നീ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് സലാം പറയുകയാണെങ്കിൽ അത് സന്തോഷപൂർവ്വം അത് മടക്കുമായിരുന്നു. സ്വഹാബി ചോദിച്ചു, ദീർഘനേരം എന്തായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം സംഭാഷണം നടത്തിയതിന്റെ വിഷയം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയൽവാസിയുടെ ബന്ധത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. കേട്ടാൽ അയൽവാസി അനന്തരാവകാശിയായി പോകുമോ എന്ന് പോലും നമുക്ക് തോന്നും. ഭാവിയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.